മോദിയുടെ ഗ്യാരണ്ടി ഫലിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫലിക്കാനായിട്ടുള്ള നീക്കങ്ങളിലേക്ക് വളരെ കൃത്യമായി ആസൂത്രിതമായി നീങ്ങുന്ന ഒരു BJPയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മറുഭാഗത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പ്രതിയോഗികൾ പോലും അങ്ങനെ വിലയിരുത്തുന്നതിലേക്ക് എത്തുന്ന ഒരു ഘട്ടമാണ് നമ്മുടെ മുന്നിലുള്ളത്. നരേന്ദ്രമോദി ഇന്നിപ്പോൾ 4006 കോടി രൂപ ചെലവിൽ 3 വികസന പദ്ധതികൾ രാജ്യത്തിനായി സമർപ്പിക്കുന്നു. അത് കേരളത്തിൽ നിന്ന് സമർപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ടെന്ന് പറയുന്ന നരേന്ദ്രമോദിയെ നമ്മൾ കാണുന്നു. ഡൽഹിയിലെ ഭരണത്തിൽ കേരളം പ്രധാന ഘടകമാണ് എന്ന് പറയുന്ന നരേന്ദ്രമോദിയെ നമ്മൾ കാണുന്നു. കേരളത്തിലെ 2 ആഴ്ചയുടെ ഇടവേളയിൽ 2 വട്ടം വരുന്ന ഇനിയും വരുമെന്ന് സൂചന നൽകുന്ന നരേന്ദ്രമോദിയെയും നമ്മൾ കാണുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ ജോലി എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു നരേന്ദ്രമോദിയെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. അങ്ങനെ അത്രയും പ്രാധാന്യം കേരളത്തിന് താൻ നൽകുന്നുണ്ട് എന്നത് നരേന്ദ്രമോദി വ്യക്തമാക്കുകയാണ് എന്ന് വേണം കരുതാൻ. കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം നേടുന്നതിൽ നരേന്ദ്രമോദി ഇന്നലത്തെയും സന്ദർശനങ്ങളിലൂടെ ഏറെക്കുറെ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. നരേന്ദ്രമോദി പറയുന്ന പ്രധാനപ്പെട്ട വാചകം ഈ സന്ദർശനത്തിൽ കണ്ട ആളുകളെ കുറിച്ചാണ്. ഇറ്റ് മോട്ടിവേറ്റ്സ് മീ ടു വർക്ക് ഈവൻ ഹാർഡർ ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് മലയാളത്തിലും അതേ പോസ്റ്റ് തന്നെ എക്സിലിടുന്ന നരേന്ദ്രമോദിയാണ് നമ്മൾ കാണുന്നത്. നേരത്തെ ഇവിടെ അക്ഷതം പിടിപ്പിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ദൃശ്യങ്ങളിൽ കണ്ടപ്പോൾ എനിക്കങ്ങനെ തോന്നിയില്ല. അക്ഷതം പിടിപ്പിക്കുകയല്ല, കൈമാറുകയാണ്. മോഹൻലാലും മമ്മൂട്ടിയും ജയറാമും ഒക്കെ അക്ഷതം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് തരരുത് എന്നൊക്കെ പറയുകയോ അല്ലെങ്കിൽ പിന്നീടൊരു വിയോജന വാക്കെങ്കിലും പറയുകയോ ചെയ്തതായി ഞാൻ എന്തായാലും കണ്ടില്ല. അതിനുശേഷം തൃപ്രയാറിലേക്കാണ് പോയത്. തൃപ്രയാറിലും കൃത്യമായി തന്നെ ആ ക്ഷേത്രം തിരഞ്ഞെടുത്തതിന് പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ഇനി 5 ദിവസത്തിന്റെ അകലം മാത്രമേ ഉള്ളൂ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമക്ഷേത്രമാണ് തൃപ്രയാറിലേത്. അവിടേക്കാണ് നരേന്ദ്രമോദി പോയത്. ഉത്തരേന്ത്യയുടെ മാത്രം ദൈവമാണ് രാമൻ. ശ്രീരാമനെ ആരാധിക്കുന്നത് ഉത്തരേന്ത്യയിലാണ്. അയോധ്യ വികാരം ഉത്തരേന്ത്യയിൽ മാത്രമേ പ്രതിഫലിക്കൂ എന്ന് രാഷ്ട്രീയമായി വിലയിരുത്തിയവർക്കുള്ള ഒരു രാഷ്ട്രീയ മറുപടിയാണ്.